എന്താ രസം രാത്രിയിൽ. അപ്പോൾ ഞാനെന്താ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ടണലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേഷൻ നല്ല രസമായിരുന്നു കാണാൻ. നമുക്ക് ടണലിൻ്റെ ഉള്ള സ്റ്റേഷൻ വെള്ളം നിറയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഞാനവിടെ നിന്നില്ലേ അപ്പം തന്നെ ട്രെയിൻ എടുത്തു. അപ്പം ഞാൻ വെച്ച് വെറുതെ ആയിരിക്കും നോക്കുമ്പോൾ എടുത്തൊക്കെ പോയി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് കണ്ട ആളുകൾ വെള്ളം ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തന്നെ എടുത്തൊക്കെ പോയി. ഈ ഭാഗത്തുള്ള സ്റ്റേഷൻ്റെ പേരുകളൊക്കെ ഒരു വെറൈറ്റി പേരുകളാണ് ഒന്ന്. പിന്നെ എനിക്ക് കൂടുതൽ ഫെമിലർ ആയിട്ടുള്ള പേരുകളൊന്നുമില്ല. ഇനി മഡ്ഗോവ എനിക്ക് അറിയാം, പിന്നെ ബൈന്ദൂർ അറിയാം, മൂകാംബിക റോഡ്, പിന്നെ ഉടുപ്പി, പിന്നെ മംഗലാപുരം അങ്ങോട്ടറിയാം. പിന്നെ പോകുന്ന വഴിക്ക് വേറെ ഒന്നും ഉണ്ടല്ലോ, മുരുടേശ്വരം, അതൊക്കെ ഈ റൂട്ടിലാണ്. അപ്പോൾ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി പുറപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. അതായത് ഞാൻ ആദ്യമായി കാണുന്ന ആൾക്കാർക്ക് പറയുന്നതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഫുജറയിൽ നിന്ന് ബോംബെയിലേക്ക് വന്നു, ബോംബെയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ബോംബെ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എന്താ പറയുക, ലോകമാന്യത്തിലേക്ക് കുർള എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതിങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം, അത് നമ്മളെ വണ്ടി പുറപ്പെട്ടു ഇല്ലാണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിപ്പോൾ തോന്നുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ സീറ്റ് നമ്പറായ 63-ൽ ആൾക്കാരൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരത്ത് വന്നിട്ട് സംസാരിക്കുന്നു. ഹലോ, കുറച്ച് ദൂരത്ത് വന്ന് സംസാരിക്കുന്ന ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നമ്മളെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വൃത്തി കണ്ടോ. കണ്ടാ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയാണ് ഇതായത് കാണുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം, കുർള റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണിത്. എൻ്റെ B2 ആണ് എൻ്റെ കോച്ച്. ആ കോച്ചാണ് ഇതായി കാണുന്നത്. എൻ്റെ 63 ആണ്. ചേട്ടാ ഫുൾ സെറ്റായി. ബാഗ് അവിടെ വെച്ച് സെറ്റായി. അപ്പോൾ ഇനി വണ്ടി പുറപ്പെട്ടിട്ടുള്ള വീഡിയോ എടുക്കാൻ കുറച്ച് കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇനി വണ്ടി പുറപ്പെട്ടിട്ട് ട്രെയിൻ എടുക്കുന്നതിനെ കണ്ടുകൊണ്ട് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഓപ്പണിങ് എടുക്കാൻ പറ്റിയില്ല. ഇതായപ്പം നമ്മളങ്ങനെ പുറപ്പെട്ടിട്ട് 10 മിനിറ്റായി കാണും. എന്താ പറയുക, ബോംബെൻ്റെ മുമ്പിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല? അതേ ഭാഗങ്ങളിങ്ങനെ കാണിച്ച് പോകുന്നത്. ഇവിടെ നിന്ന് വീടെടുക്കൽ നടക്കാറല്ലേ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നില്ല. പോയത് പുതിയ ടൈപ്പ് ഒരു ലോക്കൽ ട്രെയിനാണ് ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ ആളുകൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ, പഴയ ട്രെയിൻ. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താന കഴിഞ്ഞു കുറേ സമയം. ഇനി പൻവേലാണെന്ന് തോന്നുന്നു. പൻവേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൻവേലാണ്, പൻവേൽ. പൻവേലിൽ
നിർത്തിയിട്ടുണ്ട്. ഞാനൊരു ചോറ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള സ്റ്റൈൽ ചോറ്. ചോറിന് നോക്കി നിൽക്കുകയാണ്. ഇവിടെ പോയിട്ടുണ്ട്, കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരള സ്റ്റൈൽ ചോറ്. റോഹ റോഹ എന്ന് പറഞ്ഞ സ്ഥലം. റോഹ. അപ്പം എനിക്ക് ഭക്ഷണം കിട്ടിയില്ല. ചോറ്, നാടൻ ചോറ് കിട്ടുന്നുള്ള ഒരു അവിടെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പനവിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഒരു വ്ളോഗിൽ കണ്ടതാണ്. ഒരു മലയാളി ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചക്കത്തെ ചോറ് ഇല്ല. ഇനി എവിടുന്ന് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ട്രെയിനിൽ നിന്ന് വാങ്ങുന്നില്ല. ട്രെയിനിൽ രാത്രി തന്നെ വന്ന് കഴിക്കാം. പിന്നെ വേറെ ഇടത്ത് കിട്ടുമോ നോക്കട്ടെ. ഇനി കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി വല്ല ഫ്രൂട്ട്സ് ആയിട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഏതാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതോ ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക കുറേ സമയം. കൊങ്കൺ യാത്രയിൽ എപ്പം കൊങ്കൺ തുടങ്ങി കേട്ടോ. രത്നഗിരി, ഇനി അടുത്ത രത്നഗിരി ആറ്റാൻ തോന്നുന്നു. നമ്മൾ പൻവേലൊക്കെ കഴിഞ്ഞ് പിന്നെ ലോഹ അങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഇപ്പം രത്നഗിരി എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വലിയൊരു ഗുഹ കഴിഞ്ഞ് കുറേ സമയം കാത്തു. ചുപ്ലൂൺ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. കാണുന്നില്ലല്ലേ, കാണിച്ചു തരാം. ചുപ്ലൂൺ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഈ ഭാഗത്തുള്ള സ്റ്റേഷൻ്റെ പേരുകളൊക്കെ ഒരു വെറൈറ്റി പേരുകളാണ്. ഒന്ന് പിന്നെ എനിക്ക് കൂടുതൽ ഫെമിലർ ആയിട്ടുള്ള പേരുകളൊന്നുമില്ല. ഇനി മഡ്ഗോവ എനിക്ക് അറിയാം, പിന്നെ ബൈന്ദൂർ അറിയാം, മൂകാംബിക റോഡ്, പിന്നെ ഉടുപ്പി, പിന്നെ മംഗലാപുരം അങ്ങോട്ടറിയാം. പിന്നെ പോകുന്ന വഴിക്ക് വേറെ ഒന്നും ഉണ്ടല്ലോ, മുരുടേശ്വരം. അതൊക്കെ ഈ റൂട്ടിലാണ്. കുറച്ച് മുമ്പൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വ്ളോഗ് ചെയ്തില്ലേ അത്. പിന്നെ അതിന് മുമ്പേ വന്നിട്ടുണ്ട്. ഇപ്പം എത്ര നേരം ഉറങ്ങുകയായിരുന്നു, ഭയങ്കര ക്ഷീണം. പെട്ടെന്ന് എഴുന്നേറ്റപ്പം ചിപ്ലു എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ കിട്ടും. ഞാനതൊന്ന് മര്യാദ കാണിച്ചു തരാം. സ്റ്റേഷൻ ഹലോ, നല്ല വലിയ സ്റ്റേഷനാണ്. കാണുന്നില്ലേ, വെള്ളമൊക്കെ നിറക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. കണ്ട, അത് വെള്ളം നിറക്കുന്നുണ്ട്. കണ്ട, അവിടെ നിന്ന് കണ്ട. വെള്ളം നിറക്കുന്നു. അത്യാവശ്യം നല്ല സ്റ്റേഷൻ. ഒരു ഗുഡ്സ് ട്രെയിനൊക്കെ ഉണ്ട് നിർത്തിയിട്ടിരിക്കുന്നു ഇവിടെ. ഇവിടെ വണ്ടി പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്നുണ്ടല്ലോ. വെള്ളം നിറയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഞാനവിടെ നിന്നില്ലേ, അപ്പം തന്നെ ട്രെയിൻ എടുത്തു. അപ്പം ഞാൻ വെച്ച് വെറുതെ ആയിരിക്കും നോക്കുമ്പോൾ എടുത്തൊക്കെ പോയി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ പെട്ടിട്ടുണ്ടാവും. ഇത് കേട്ടോ, ആളുകൾ വെള്ളം ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പം തന്നെ എടുത്തങ്ങ് പോയി. എൻ്റെ അമ്മോ, സ്റ്റേഷനോ ചിപ്ലൂൺ സ്റ്റേഷൻ. ചിപ്ലൂണിൻ്റെ പേര് അത് തന്നെ, ചിപ്ലൂൺ. വെറൈറ്റി പേരല്ല എന്തായാലും. ട്രെയിന് ഭയങ്കര സ്പീഡാക്കുന്നതാണ്. ചിപ്ലൂൺ സ്റ്റേഷൻ കഴിഞ്ഞ് ക്രോസിങ്ങിന് വേണ്ടി കുറേ സമയം ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. നേരത്തെ കണ്ട സ്റ്റേഷനില്ലേ ചിപ്ലൂന്, അതിനുശേഷം ആ ട്രെയിനോടെ അങ്ങ് ദൂരത്തിൽ നിന്ന് ഇനി എത്തുന്ന പോലുമില്ല. ഗുഹേൻ്റെ ഉള്ളിലുള്ള സ്റ്റേഷൻ കണ്ട,
ഇതോ ആ കാണുന്നത് സ്റ്റേഷനാണ്. സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് വലിയൊരു ടണല്. അങ്ങനെ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടതാണ്. അപ്പൊ ആദ്യം രണ്ടാളും പഠിക്കൽ ഇങ്ങോട്ട് വാ. ബോംബെന്ന് എവിടത്തേക്ക് പോകുന്ന ഞാൻ പറ. കേരളം അറിയാമല്ലോ മലയാളികള്. എവിടെയാ? എറണാകുളം. രണ്ടാൾ എറണാകുളം. എന്റെ പേര് അമർ. ഇയാളെ ഇഷാൻ. ഓക്കെ. മഹാരാഷ്ട്ര ഐ മീൻ ബോംബെയിൽ പഠിക്കുന്നല്ലേ? വരുന്ന സമയത്ത് എൻ്റെ കൂടെ കമ്പനിയായ ടീം എന്നാണ്. അപ്പം ഞാനെന്താ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ടണലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേഷൻ. നല്ല രസമായിരുന്നു കാണാൻ. ഓക്കെ, ടണലിൻ്റെ ഉള്ള സ്റ്റേഷൻ. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഞാൻ നേരത്തെ പൻവേലിൻ്റെ അടുത്ത് നിന്ന് രത്നഗിരിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോഴാണ് രത്നഗിരി എത്തുന്നത്. രത്നഗിരി ഉണ്ടോ? ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. ഓറഞ്ച്, കുക്കുംബർ. ഓറഞ്ച് को कितना है? 50. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വേണമെന്നുള്ള ആൾ ഇവിടെ വന്നിട്ട് രത്നഗിരിയിലെല്ലാം കിട്ടും. വലിയ സ്റ്റേഷനാണ് രത്നഗിരി. ഭയങ്കര തിരക്കുള്ള സ്റ്റേഷനാണ് കേട്ടോ. ഉണ്ടോ? ഭയങ്കര തിരക്കുള്ള സ്റ്റേഷൻ. അങ്ങോളം ഉണ്ട് കേട്ടോ ഇതിൻ്റെ കടകൾ. അതായത് കടകളല്ല, വെച്ച് വെക്കുന്നത് കക്കിരിയൊക്കെ ഇത് ഇപ്പുറത്തുണ്ട്. ഇത് എവിടെയാണെന്ന് പറഞ്ഞുകൂടാ. ഇനി നമ്മൾ കൊങ്കൺ കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഗോവ എത്തണം. ഗോവ എത്തിയാലേ മഡ്ഗോവ എത്തിയാലേ കൊങ്കൺ കഴിഞ്ഞെന്ന് പറയും. നമ്മൾ ക്രോസിങ്ങിന് വേണ്ടി നിർത്തി പോവാണ്. ഇതിൻ്റെ 1 ലൈനാണല്ലോ കൊങ്കൺ റൂട്ടിൽ. അങ്ങനെ ഒരു ട്രെയിൻ ഇതാ വരുന്നുണ്ട്. വലിയ സ്റ്റേഷൻ. കുറേ വലിയ സ്റ്റേഷനുകളുണ്ട് കേട്ടോ ഇതിൽ. കഴിഞ്ഞ സ്റ്റേഷനിൽ കഴിഞ്ഞ രത്നഗിരി, അതിനുശേഷം പിന്നെ ചെറിയൊരു സ്റ്റേഷനിലായിരുന്നു. ആ ട്രെയിൻ എത്തുന്നു കാണുന്നില്ലല്ലോ. അത് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ട്രെയിനാണ് കേട്ടോ. വർത്തമാനം പറഞ്ഞ് ഇവിടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നേരത്തെ കണ്ടില്ലേ, അവർ പേര് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വണ്ടി എൻ്റെ മുമ്പിൽ കടന്നങ്ങ് പോയി. ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ നേരത്തെ അങ്ങനെ കാണിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ വളരെ സ്ലോയിലാണ്, മെല്ലനെയാണ് വരുന്നത്. ഏതാ ട്രെയിനെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. മംഗ്ലൂർ എക്സ്പ്രസ് എന്നാണ്, മംഗളൂരു എക്സ്പ്രസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ബാംഗ്ലൂർ എക്സ്പ്രസ്, ബാംഗ്ലൂർ ടു ബോംബെ, മുംബൈ. സമയം 10 മണി. സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ കാണും. നല്ല ലേറ്റായി ട്രെയിൻ. നല്ലെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറൊക്കെ ലേറ്റാണ്. എല്ലാ സ്ഥലത്തും പിടിച്ചിട്ട് 7 മണിക്കാണ് നാട്ടിലെത്തുന്ന ടൈം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല 7 മണിക്കെത്തും. 8 മണിയെല്ലാം കഴിയുമെന്ന് തോന്നുന്നു. ഇനി മഡ്ഗോവ എത്തിയിട്ടില്ല. മഡ്ഗോവ ഇത് കഴിഞ്ഞിട്ടാണ്, സാവന്ത്വാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് മഡ്ഗോവ. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുള്ള വലിയ സ്റ്റേഷനാണ്. പക്ഷെ ആളുകളൊന്നും കാണുന്നില്ല. രാത്രി 10 മണിയായി, അതുകൊണ്ടായിരിക്കണം. സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷന്. എന്താ ഞാൻ ഇപ്പുറത്ത് വരാൻ കാരണം 2 ഭാഗത്തും ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങളിത് തിവിൻ ഗോവ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. തിവിനല്ലേ പറഞ്ഞാൽ തിവിൻ. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, എവിടെയാണ് കാണുന്നില്ല. ഞാൻ ഗോവ വന്നിട്ട് മാത്രമേ ഇനി വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിനെക്കാട്ടും മുമ്പെയുള്ള സ്റ്റേഷനാണ് അത്ര. ഇത് ഗോവ തന്നെ അല്ലേ? ഇത് ഗോവ തന്നെ. അങ്ങനെ തിവിൻ ഗോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ട്രെയിൻ എടുക്കുന്നതാണ്. ഗ്രീൻ സിഗ്നൽ കിട്ടി പെട്ടെന്ന് കേട്ടാ. അയ്യോ നമ്മൾ കയറി. രാത്രി 10:30 സമയം. 10:30 നമ്മൾ കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുക അവിടെ.
ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. എന്താ രസം രാത്രി. ഗോവ മഡ് ഗോവ എത്തി. ആക്ച്വലി 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് 11:20 എത്തേണ്ട ട്രെയിനാണ് ഇവിടെ 12:20 എത്തുന്നത്. അങ്ങനെ ഗോവ കഴിഞ്ഞു. മഡ് ഗോവ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഡ് ഗോവ കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അവിടെ ഇവിടെ ചെയ്യട്ടെ. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ നല്ലോണം ഉറങ്ങിപ്പോയി. നമ്മൾ വളരെ ലേറ്റുമാണ്. 1.5-2 മണിക്കൂറിനടുത്തോളം ലേറ്റാണ്. 7:15 എത്തേണ്ടത് ഇപ്പം സമയം 7:30. 7:15 തലശ്ശേരി എത്തേണ്ടത് സമയം 7:30. സമയം പോലും നോക്കിയില്ല. ഞാനിപ്പം കട്ട് ചെയ്തിട്ട് സമയം നോക്കിയില്ല. അങ്ങനെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. ഇനിയൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എത്തും. അതായത് ഇപ്പം 7:30 9 മണിയാകുമ്പോഴത്തേക്ക് 8:45 എത്തേണ്ടതാണ്. ഓടിപ്പിടിക്കുന്നു വിചാരിക്കുക. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഏഴേ മുക്കാല് സമയം. ഇവിടെയാണ് മലയാളി ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ 2 വ്ളോഗർ യൂട്യൂബേഴ്സിൻ്റെ സ്ഥലം. എന്നും അങ്ങനെ ഞാൻ കാണുന്ന ഒരാളാണ് അവരുടെ വ്ളോഗ് കണ്ടിട്ടാണ് ട്രെയിനിന് യാത്ര ചെയ്യാനുള്ള ഭയങ്കര ഇഷ്ടവും. ആക്ച്വലി എന്നും അവർ നീലേശ്വരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. സമയം ഇപ്പോൾ 8:35. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല തിരക്കാണല്ലോ. ട്രെയിൻ എടുക്കുന്നതും കാണുന്നില്ലല്ലോ. കുറേ സമയമായല്ലോ. നല്ല ലേറ്റാ. 1.5 മണിക്കൂറിൽ മേലെയായി. ഇപ്പോൾ 8:40. അങ്ങനെ ഫുജറയിൽ നിന്ന് ബോംബെയിൽ നിന്ന് തലശ്ശേരിക്കുള്ള ഒരു നീണ്ട യാത്ര. 2 ദിവസത്തെ ഒരു നീണ്ട യാത്ര. ഞാൻ 1.5 ദിവസം നമ്മൾ ഇന്ന് പോകി. ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ 5 മിനിറ്റ് എത്തും. ഇത് റോഡ് ക്ലോസ് ആണ്.
അങ്ങനെ നേത്രാവതി പോയി. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.